എല്ലാവർക്കും കോഡിങ്ങിൻ്റെ ഡീകോഡിങ്ങിൻ്റെ 4ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നെയിംസ് അങ്ങനെ 2 ടൈപ്പ് ആയിരിക്കും നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ കോഡിങ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ നോക്കാം. ഓക്കെ, അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് അതർ വേർഡ്സ് ഓർ സിമ്പിൾസ്. അപ്പോൾ വേർഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിമ്പിൾസ് വെച്ചിട്ടോ കോഡ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്വസ്റ്റ്യൻ മാർക്ക് ആവാം, എക്സ്ക്ലമേഷൻ മാർക്ക് ആവാം, ഫുൾ സ്റ്റോപ്പ് ആവാം, കോളൻ ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം. അപ്പം അങ്ങനത്തെ സിമ്പിൾസ് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. If blue means green, green means red, red means black, then what is the color of blood? അപ്പോൾ ഗ്രീൻ റെഡ് ആണ്, ബ്ലൂ ഗ്രീൻ ആണ്, റെഡ് ബ്ലാക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ കളർ ഓഫ് ബ്ലഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം യൂഷ്വലി കളർ ഓഫ് ബ്ലഡ് എന്തായിരിക്കും? റെഡ് ആണല്ലേ. പക്ഷെ ഇവിടെ റെഡ് എന്താണ്? ബ്ലാക്ക് ആണ്. സോ ദ കളർ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പെൻസിൽ ഒരു കോഡ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് കോമ ഈക്വൽ ടു കോളൻ 7. പേപ്പറിൻ്റെ കോഡ് ക്വസ്റ്റ്യൻ മാർക്ക് 9 ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് 8 എന്നുള്ള രീതിക്കാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പിക്കിൻ്റെ കോഡ് എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെൻസിലിൽ നിന്നും പേപ്പറിൽ നിന്നും നമുക്ക് എപ്പിക്കിൻ്റെ കോഡ് കിട്ടും. ഇ എന്ന് പറയുന്നത് അറ്റാണ്, പി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്, ഐ കോളൻ ആണ്, സി ഈക്വൽ ടു ആണ്. സോ എപ്പിക്കിൻ്റെ കോഡ് എന്ന് പറയുന്നത് അറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടും. ഇൻ എ സർട്ടൻ കോഡ് സ്വീറ്റ് ഹോം ഇസ് റിട്ടൺ ആസ് TANA ആൻഡ് നൈസ് ലിറ്റിൽ ഹോം ഇസ് റിട്ടൺ ആസ് NAYASA. ഹൗ ഇസ് സ്വീറ്റ് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? അപ്പം സ്വീറ്റ് ഹോമിനൊരു കോഡ് വന്നിട്ടുണ്ട്, നൈസ് ലിറ്റിൽ ഹോമിനൊരു കോഡ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സ്വീറ്റിൻ്റെ കോഡ് എന്തെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക് കൂടെ നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ നെയിം. സബ്സ്റ്റിറ്റ്യൂഷൻ നെയിമും ഒന്ന് തന്നെയാണ്. ഇഫ് ഡോക്ടർ ഇസ് കോൾഡ് എഞ്ചിനീയർ, എഞ്ചിനീയർ ഇസ് ടീച്ചർ, ടീച്ചർ ഇസ് പൈലറ്റ്, പൈലറ്റ് ഇസ് ലോയർ, ഹൂ ഫ്ലൈസ് ഇൻ എയർപ്ലെയിൻ? അപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ ആണ്, എഞ്ചിനീയർ ടീച്ചറാണ്, ടീച്ചർ പൈലറ്റ് ആണ്, പൈലറ്റ് ലോയർ ആണ്. അങ്ങനെയാണെങ്കിൽ എയർപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്ന ആരാന്നുള്ളതാണ്. സോ യൂഷ്വലി എയർപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് പൈലറ്റ് ആണ്. ആൻഡ് ഇവിടെ പൈലറ്റ് എന്ന് പറയുന്നത് ഇസ് കോൾഡ് ആസ് ലോയർ. സോ ആൻസർ എന്തായിരിക്കും? ലോയർ ആയിരിക്കും. ഇഫ് പ്ലെയിൻ ഇസ് കോൾഡ് ട്രെയിൻ, ട്രെയിൻ ഇസ് ഷിപ്പ്, ഷിപ്പ് ഇസ് ബസ്, ബസ് ഇസ് കാർ, വിച്ച് വെഹിക്കിൾ ട്രാവൽസ് ഓൺ വാട്ടർ? സോ പ്ലെയിൻ ട്രെയിൻ ആണ്, ട്രെയിൻ ഷിപ്പാണ്, ഷിപ്പ് ബസ്സാണ്, ബസ് കാറാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വെഹിക്കിളാണ് വാട്ടറിൽ ട്രാവൽ ചെയ്യുന്നത്? ഏതാണ്? ഷിപ്പാണ്. പക്ഷെ ഷിപ്പ് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ ഷിപ്പ് എന്ന് പറയുന്ന ബസ്സാണ്. സോ ബസ്സായിരിക്കും വിൽ ബി ദ വെഹിക്കിൾ വിച്ച് ട്രാവൽസ് ഓൺ വാട്ടർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇഫ് വൈറ്റ് ഇസ് കോൾഡ് ബ്ലൂ, ബ്ലൂ ഇസ് റെഡ്, റെഡ് ഇസ് യെല്ലോ, യെല്ലോ ഇസ് ബ്ലാക്ക്, ബ്ലാക്ക് ഇസ് ഗ്രീൻ, വാട്ട് വുഡ് ബി ദ കളർ ഓഫ് മിൽക്ക്? അപ്പം വൈറ്റ് ബ്ലൂ ആണ്, ബ്ലൂ റെഡ് ആണ്, റെഡ് യെല്ലോ ആണ്, യെല്ലോ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ഗ്രീൻ ആണ്. അങ്ങനെയാണെങ്കിൽ കളർ ഓഫ് മിൽക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സിലും കോഡിങ്ങും അതിൻ്റെ 4 ടൈപ്പും പ്രോബ്ലംസ് ഡീൽ ചെയ്തത്. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.